സോ നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് വാട്സാപ്പ് ബിസിനസ് ഡാറ്റ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ അത് നമുക്കൊരു പരിധി വരെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന മൂവ് ടു iOS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ പറഞ്ഞ എല്ലാ ഡേറ്റാസും നിങ്ങൾക്ക് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ഡിവൈസും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നിങ്ങളുടെ ഐഫോൺ നിങ്ങൾ ഇതുപോലെ തന്നെ സെറ്റപ്പ് ചെയ്ത് യൂസ് ചെയ്ത് കുറേ ഡേറ്റാസ് മിസ്സാക്കാൻ സാധിക്കാത്ത ഡേറ്റാസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഐഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് വാട്സാപ്പ് ബിസിനസ്സോ ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ടെനോഷെയറിൻ്റെ iCare ഫോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതാണ് iCare ഫോണിൻ്റെ വെബ്സൈറ്റ്. ഇത് നിങ്ങൾക്ക് കാണാമെന്നല്ല വാട്സാപ്പ് ബിസിനസ്സും അതോടൊപ്പം മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ലൈക്ക് കിക്ക്, വൈബ് ഇതെല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ബാക്കപ്പ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ ഐഫോൺ ടു ആൻഡ്രോയിഡ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവിലുള്ള വാട്സാപ്പ് ഡാറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്ത് അത് പിന്നീട് റീസ്റ്റോർ ചെയ്യാനും സൗകര്യം ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. പിന്നെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ അതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വൽ സോഫ്റ്റ്വെയർ. ഇതിൽ നമുക്ക് വാട്സാപ്പ് ബിസിനസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിലുള്ള വാട്സാപ്പ്. ഇത് ഞാൻ ഡെമോ പർപ്പസിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. സോ ഈ ഒരു വാട്സാപ്പ് നമ്മുടെ ഐഫോണിൽ ഈ ഒരു വാട്സാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇതിനകത്ത് ചാറ്റും അതുപോലെ ഡാറ്റ, ഫോട്ടോ, വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവൈസ് കണക്ട് ചെയ്യുവാണ്. സോ നമ്മളുടെ മാക് അല്ലെങ്കിൽ വിൻഡോസ് PC ആണെങ്കിൽ അതിലേക്ക് നമ്മളെ രണ്ട് ഫോണുകളും കണക്ട് ചെയ്യണം. സോ ഇവിടെ ഞാൻ ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്തു. ഇനി ഐഫോൺ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യണം. രണ്ടും പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വാട്സാപ്പ് എന്ന സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സോഴ്സും ഡെസ്റ്റിനേഷനും കാണാം. സോ ഞാനിവിടെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്ന OnePlus ആണ്. കാരണം ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നാണ് നമുക്ക് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ സോഴ്സും ഡെസ്റ്റിനേഷനും സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. സോ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു പോപ്പപ്പ് വരും. ഈ പോപ്പപ്പ് എന്ന് പറയുന്നത് ഐഫോണിലുള്ള വാട്സാപ്പിലെ ഡാറ്റ നമ്മൾ പ്രീവിയസ്ലി എന്തെങ്കിലും ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓവർ റൈറ്റ് ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ആവും എന്നുള്ളതാണ്. സോ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി ഈ ഒരു സ്റ്റെപ്പ് മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ വാട്സാപ്പ് ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നതാണ് സോഴ്സ് ഡിവൈസിൽ നിന്ന്. ഇവിടെ നമുക്ക് ന്യൂ ബാക്കപ്പ് കൊണ്ട് ബാക്കപ്പ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസിൽ പോയിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ സെറ്റിങ്സിൽ നമ്മുടെ ചാറ്റ് ഓപ്ഷനിൽ പോവുക. ഏറ്റവും താഴെ വാട്സാപ്പ് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബാക്കപ്പ് എനേബിൾ ചെയ്യുക. അതോടൊപ്പം അവസാനമായിട്ട് ലേറ്റസ്റ്റ് ബാക്കപ്പും നമ്മളുടെ വാട്സാപ്പിൻ്റെ എടുത്തു വെക്കുക. ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഞാൻ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യാൻ പോവാണ്. അത് ടേൺ ഓൺ കൊടുക്കുക. ഇവിടെ നമുക്ക് 64 ഡിജിറ്റിൻ്റെ എൻക്രിപ്ഷൻ കീ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ ആണ്. ജനറേറ്റ് 64 ഡിജിറ്റ് കീ, ആ ഒരു കീ ജനറേറ്റ് ചെയ്തു. ഈ ജനറേറ്റ് ചെയ്യുന്ന കീ നിങ്ങളൊരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സെയിമായി 64 ഡിജിറ്റ് കീ കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് വേരിഫിക്കേഷൻ വേണ്ടി ഫോൺ നമ്പർ എൻ്റർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കീ മാത്രം എൻ്റർ ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഈ ഒരു പേജിൽ നിങ്ങൾക്കിവിടെ സോഴ്സ് ഡിവൈസിൽ നിന്ന് ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന കാണാൻ സാധിക്കും. അതിൻ്റെയാണ് ഈ നമ്പേഴ്സ് മാറുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്ന 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമുക്ക് ഓരോന്നായിട്ട് എൻ്റർ ചെയ്യാം. ആ കീ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി വേരിഫിക്കേഷൻ കൊടുക്കുന്നു. സോ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിവിടെ എന്തൊക്കെ ഡേറ്റാസാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഓഡിയോ ഒന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്. അത് കണ്ടിന്യൂ കൊടുത്തു. ഇനി നമ്മൾ ടാർഗറ്റഡ് ഡിവൈസ് ആയിട്ടുള്ള നമ്മളുടെ ഐഫോൺ, ഈ ഒരു ഐഫോണിലേക്ക് നമ്മൾ വാട്സാപ്പ് ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി വാട്സാപ്പ് ഓപ്പൺ ചെയ്തു, എഗ്രി കണ്ടിന്യൂ കൊടുക്കുന്നു. ഇനി നമ്മളെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡിവൈസ് സൈഡിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുമ്പം നമ്മുടെ ഫൈൻഡ് മൈ ഫോൺ ഡിസേബിൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് പോവുക. ഇവിടെ ഫൈൻഡ് മൈ ഓപ്ഷനിൽ പോയിട്ട് ഫൈൻഡ് മൈ ഡിസേബിൾ ചെയ്യണം. ഇനി കണ്ടിന്യൂ കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ റീസ്റ്റോറായി, ട്രാൻസ്ഫർ സക്സസ്ഫുൾ. ഇത്തരം പെട്ടെന്ന് ഇത് റീസ്റ്റോർ ആയതിൻ്റെ കാര്യം
41 MB മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് റീസ്റ്റോറായി. ഡിവൈസ് ഇപ്പം റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആകുന്ന ടൈമിൽ അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വാട്സാപ്പിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് നിങ്ങൾക്ക് 4-5 GB ഉള്ള വാട്സാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം എടുക്കും. ഇത് വളരെ പെട്ടെന്നായത് മറ്റൊന്നും കൊണ്ടുമല്ല, വളരെ ചെറിയ സ്റ്റോറേജ് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ഡിവൈസ് ഓപ്പൺ ചെയ്തു, വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ്, നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ വാട്സാപ്പ് അല്ലെങ്കിൽ വാട്സാപ്പ് ബിസിനസ് ഡേറ്റാസൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈസ് വേഴ്സ iPhone ടു ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് ടു iPhone നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then.